ബെൻസ് ലക്ഷറിയുടെ അവസാന വാക്ക്. കേരളത്തിന്റെ ലക്ഷറി അവസാന വാക്ക്. അതിന് മേലെ ലക്ഷറികൾ ഇല്ല എന്നല്ല, സാധാരണക്കാരന്റെ ലക്ഷറി. ആരുടെയൊക്കെ അഹങ്കാരവും അഭിമാനവുമായിരുന്ന വണ്ടി ഇന്നിവിടെ ഒരു അബാൻഡൻ പോലെ കിടക്കുകയാണ്. 22 വർഷം, അതായത് 2 വർഷം ഈ വണ്ടി ഇവിടെ കിടക്കണു. 20 വർഷം ഓടി തളർന്ന് 2 വർഷമായിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാണ്. ഒരു 2143 cc ഇൻലൈൻ ഡീസൽ എഞ്ചിനാണിത്. 340 Nm ടോർക്കും ഈ വണ്ടി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. CRDA വണ്ടിയാണ്, കോമൺ റെയിൽ വണ്ടിയാണ്. അയാൾ ഇത് കൊണ്ടുകളയാനുള്ളൊരു സാഹചര്യം എന്തായിരിക്കും? റേറ്റ് ഉണ്ടായിരിക്കാം. പഴയ വണ്ടികളാകുമ്പോ വില വ്യത്യാസം. പിന്നെ ഒരുപാട് എന്തായാലും ഓടി വന്ന വണ്ടിയാ, ഓടിക്കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് വണ്ടി തിരിച്ചയാൾ താക്കോല് ഊരിക്കൊണ്ട് പോണ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കെ. പലയിടത്തും പല റേറ്റാ. പിന്നെ മെക്കാനിക്സിന്റെ സൈഡിൽ നിന്നൊക്കെ അവര് കറക്റ്റ് പാർട്സ് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യാണ്ടും ഓരോ കാര്യങ്ങളൊന്നും വില പറഞ്ഞിട്ടും കുറെ കസ്റ്റമേഴ്സ് അവിടെ ഇവിടെയൊക്കെ വണ്ടികൾ ഇട്ട് പോകുന്നുണ്ട്. കൊല വിളിച്ചിട്ട് കളഞ്ഞിട്ട് പോയതായിരിക്കും. ബെൻസ് തന്നെ ഈ മോഡൽ വണ്ടി 2 ലക്ഷത്തി 3 ലക്ഷം കിട്ടാണ്ട് ആൾക്കാര് പെടുന്ന എങ്ങനെയാണെന്നറിയോ? ഈ മിഡിൽ ക്ലാസ് ആളുകൾ പോയി എടുക്കുമ്പോഴാണ് ഈ വണ്ടികൾ ഇങ്ങനെ ആയി പോകുന്നത്. വരുമാനം ഇല്ലാതെ പോയി 3 ലക്ഷം രൂപയുള്ളെന്ന് പറഞ്ഞ് മാരുതി എടുക്കാൻ നിൽക്കുന്ന ആൾ പോയി മെർസിഡീസ് എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇതിന്റെ ചെലവുകൾ നോക്കാൻ പറ്റില്ല. ഒരു ടയറും ഒരു അലോയ്സ് ഒക്കെ മാറ്റണമെങ്കിൽ എന്ത് വില, അപ്പം ബാക്കിയുള്ള മെക്കാനിക്കൽ പാർട്ട് ആലോചിച്ച് നോക്കെ. ഒരിക്കലും ബെൻസ് ഒന്നും പൈസക്കാരന്റെ വണ്ടി എന്ന് പറയാൻ പറ്റില്ല, സാധാരണക്കാരുടെ വണ്ടിയാണ്. പക്ഷെ ഇതിലെ സ്കാമുകളാണ് ആൾക്കാരെ കൊണ്ട് ഇത് അബാൻഡൻ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുന്നത്.